മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലിൻഷറിൻ്റെ അവയവങ്ങളുമായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്നും തിരിച്ച ആംബുലൻസ് അല്പസമയത്തിനകം കിംസ് ആശുപത്രിയിൽ എത്തിച്ചേരും. 7:13 രാത്രി 7:13 അമൃത ആശുപത്രിയിൽ നിന്ന് തിരിച്ചത്. ഇപ്പോൾ 3 മണിക്കൂറും 14 മിനിറ്റും പിന്നിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും വീണയിലേക്ക് പോവുകയാണ്. വീണ, എല്ലാവരും ആകാംക്ഷയോടെ അല്ലേ കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ച ആംബുലൻസ് യാതൊരു തടസ്സവും ഉണ്ടായില്ല. നേരത്തെ വീണ ചൂണ്ടിക്കാണിച്ചതുപോലെ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണം, അതുപോലെ നിരത്തിലെ യാത്രക്കാരുടെ സഹകരണം, വാഹനമോടിക്കുന്നവരുടെ സഹകരണം, അതെല്ലാം ലഭിച്ചുകൊണ്ടാണ് ആലിൻഷറിൻ്റെ അവയവങ്ങളുമായി ആംബുലൻസ് ഇതാ കിംസ് ആശുപത്രിയിലേക്ക് അടുക്കുന്നത്. 5 പുതുജീവൻ പകരുന്ന അവയവ ദാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാണ്. കരുണയുടെ പുതുചരിത്രമാണ് ഇവിടെ ആരചിക്കപ്പെട്ടത്. വീണയിലേക്ക് പോകുന്നു. വീണ, അവിടെ എല്ലാവരും അല്ലേ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന നിമിഷങ്ങൾ, വിശദാംശങ്ങൾ. തീർച്ചയായും അനിൽ നമ്പ്യാർ, കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം ആലിൻ്റെ അവയവങ്ങൾ, ആ കുഞ്ഞു മാലഖയുടെ അവയവങ്ങൾ എത്തേണ്ടിടത്ത് എത്തുന്നത് അത് ഉറപ്പുവരുത്താനായി മലയാളക്കര അക്ഷമരായി കാത്തിരിക്കുന്ന നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. തിരുവനന്തപുരം നഗരവും ഉറങ്ങാതെ തന്നെ കാത്തിരിക്കുകയാണ്, അക്ഷമരായി കാത്തിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ആ ആംബുലൻസിനെ കാത്തിരിക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആംബുലൻസ് കിംസ് ആശുപത്രിയിലെ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ. ഇവിടെ നിലവിൽ ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 7:15 ഇവിടെ ശസ്ത്രക്രിയ പുരോഗമിച്ചു എന്നാണ്. ആ 7:15 ആരംഭിച്ച ശസ്ത്രക്രിയ 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതാണ്. ആ ആംബുലൻസ് അല്പസമയങ്ങൾക്കും തന്നെ ഇവിടെ എത്തും. ഇവിടെ എത്തി കരൾ ഏറ്റുവാങ്ങും. തുടർന്ന് മറ്റ് അവയവങ്ങൾ മറ്റുള്ള ആശുപത്രി, അതായത് ശ്രീചിത്ര ആശുപത്രിയിൽ ഹൃദയവാൾവും അതുപോലെ തന്നെ 2 വൃക്കകൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരനുമാണ് പുതുജീവനേകുക. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 10 മാസം പ്രായമായുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങളാണ് മറ്റു കുട്ടികൾക്ക് പുതുജീവനേകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും മറ്റൊരു പ്രത്യേകത, കിംസ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീകർത്താവായിട്ടുള്ളത് ഏറ്റവും അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് എന്നുള്ളതാണ്. 6 മാസം പ്രായമുള്ള കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽ നമ്പ്യാർ, ആംബുലൻസ് ഇതാ കിംസ് ആശുപത്രിയിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. ഇതാ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കവാടത്തിലേക്ക് ഇതാ പ്രവേശിക്കുന്നു. പൈലറ്റ് വാഹനം മുൻപേ പോകുന്നു. തൊട്ട് പിന്നാലെ ഇതാ ആംബുലൻസ് എത്തുന്നു. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആശുപത്രിയുടെ അകത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആംബുലൻസിനെ സ്വീകരിക്കുന്നതിനായി ആശുപത്രി അധികൃതർ കവാടത്തിനകത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രധാന എൻട്രൻസിലേക്ക് ആംബുലൻസ് ഇതാ പ്രവേശിക്കുകയാണ്. കിംസ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലേക്ക്, പ്രധാന ബിൽഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആംബുലൻസ് ഇതാ നിർത്തിയിരിക്കുന്നു. കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് ഇതാ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നുള്ള ആശുപത്രിയിലെ അംഗങ്ങൾ അവയവങ്ങളും ഒപ്പം തന്നെ അവയവങ്ങളെ വഹിച്ചു കൊണ്ടെത്തിയ മെഡിക്കൽ സംഘത്തെയും സ്വീകരിക്കുവാൻ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. ഈ കാഴ്ച വീക്ഷിക്കുന്ന നിരവധി പേർ, ഈ ഒരു മഹത്തായ അവയവദാന കർമ്മത്തെ വീക്ഷിക്കുന്നതിനായി നിരവധി പേർ ഇവിടെ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ആംബുലൻസിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. മെഡിക്കൽ സംഘം അവയവങ്ങൾ കിംസ് ആശുപത്രിയിലേക്ക് ഉള്ള ഹൃദയം വഹിച്ചുകൊണ്ടുള്ള മെഡിക്കൽ സംഘം ഓടിപ്പായുന്നത്, ആശുപത്രിയുടെ അകത്തേക്ക് ഓടിപ്പായുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവയവവും വഹിച്ചുകൊണ്ടുള്ള, കരളും വഹിച്ചുകൊണ്ടുള്ള ബോക്സുമായി മെഡിക്കൽ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പായുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരളും വഹിച്ചുകൊണ്ടുള്ള സംഘം, മെഡിക്കൽ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുകയും ഇവിടുന്ന് ചികിത്സയടക്കം വേഗത്തിൽ ശസ്ത്രക്രിയ അത് വേഗത്തിലാക്കുകയും ചെയ്യും. ആംബുലൻസ് ഇവിടെ നിന്ന് മറ്റിടത്തേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും ശ്രീചിത്രയിലേക്കും ഈ ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. ഇനി മറ്റ് അവയവങ്ങൾ അങ്ങോട്ടേക്കായിരിക്കും എത്തിക്കുന്നത്. കിംസ് ആശുപത്രിയുടെ കവാടത്തിന് പുറത്തേക്ക് അമൃതയിൽ നിന്നെത്തിയ ആംബുലൻസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മറ്റവയവങ്ങൾ, ഹൃദയവാൾവും 2 വൃക്കയും ശ്രീചിത്ര ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ
മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. കിംസ് ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി മെഡിക്കൽ കോളേജിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വാഹനം എത്തുകയും ചെയ്യും. കിംസ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശ്രീചിത്രയിലുമൊക്കെ ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയാം. കാരണം യാതൊരു തടസ്സവുമില്ലാതെ 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലെത്തി. എല്ലാം പെട്ടെന്നായിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ്റെ അവയവങ്ങളുമായിട്ടാണ് ആംബുലൻസ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ എത്തിച്ചേർന്നത്. 5 കുരുന്നുകൾക്കാണ് പുതുജീവൻ പകരുന്നത് ആലിൻ. മഹാദാനം, അവയവദാനം, മഹാദാനം. യെസ്, വീണയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വീണ, ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു അല്ലേ? ശസ്ത്രക്രിയ കിംസ് ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിംസ് ആശുപത്രിയിൽ എത്തിയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കരൾ കിംസ് ആശുപത്രിയിലെ അധികൃതർ ഏറ്റുവാങ്ങുകയും ഉടൻ തന്നെ അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 2 മണിക്കൂറോളായി ഇവിടെ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ട് ഇനി 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ കൂടിയുണ്ട്. ഈ 6 മാസം പ്രായമായിട്ടുള്ള കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്ദി പറയുന്ന ഒരു നിമിഷം കൂടിയാണ്. പക്ഷേ അവർ വികാരനിർഭരമായ ഒരു നിമിഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം തങ്ങളുടെ കുഞ്ഞ് പൊതുജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മറ്റൊരു മാതാപിതാക്കളുടെ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖവുമുണ്ട്. ആ മാതാപിതാക്കൾ തീരാ നോവിൽ കഴിയുമ്പോൾ പോലും മറ്റൊരു തങ്ങളുടെ കുഞ്ഞിന് ജീവൻ ലഭിച്ചതിൽ നന്ദി ഉണ്ടെങ്കിൽ പോലും തീർത്തും സന്തോഷിക്കാൻ കഴിയാത്തൊരു നിമിഷത്തിൽ കൂടിയാണ് ഈ 6 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ കൂടിയായിരുന്നു. ഒപ്പം തന്നെ മാനസിക സമ്മർദ്ദം നിറഞ്ഞു നിന്ന മുഹൂർത്തങ്ങളിൽ കൂടിയാണ് അവർ ദിവസങ്ങളോളം കടന്നു പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞ് ജനിച്ച് 6 മാസം പ്രായമേ ആകുന്നുള്ളൂ. അപ്പോൾ തന്നെ കുഞ്ഞിന് കരൾ സംബന്ധമായിട്ടുള്ള അസുഖം നിലനിന്നിരുന്നു. അതിനാൽ തന്നെ കിംസ് ആശുപത്രിയിൽ മാസങ്ങൾ നീണ്ട ചികിത്സ നടക്കുകയായിരുന്നു. പലതരത്തിൽ മരുന്നുകളും മറ്റും നടത്തി കുഞ്ഞിന്റെ ആ ഒരു രോഗത്തിൽ നിന്ന് ഭേദമാക്കാൻ ശ്രമിക്കുമ്പോഴും കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അവർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തങ്ങളുടെ കുഞ്ഞ് പൊതുജീവിതത്തിലേക്ക് എത്തുമ്പോൾ പോലും അവരുടെ മനസ്സിൽ ഒരു നോവ് നിലനിൽക്കുന്നത് 10 മാസം പ്രായമായുള്ള ആലിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിലൂടെയാണ് തങ്ങളുടെ കുഞ്ഞിന് പുതുജീവൻ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ആ ദുഃഖ നിമിഷത്തിൽ പോലും അവർക്ക് മനസ്സാൽ തന്നെ അവർ ആ ആലിന്റെ മാതാപിതാക്കളോട് നന്ദി പറയുകയാണ്. ആ ശസ്ത്രക്രിയ നടക്കുന്ന നിമിഷവും മാനസിക സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ ചെറിയ പ്രായമാണ്. അതിനാൽ തന്നെ ശസ്ത്രക്രിയയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർമാരും മെഡിക്കൽ സംഘവും ഒക്കെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഇത് വിജയത്തിൽ തന്നെ എത്തും. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ മെഡിക്കൽ സംഘം നൽകുന്നത്. അതിനാൽ തന്നെ വളരെ ആത്മസംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിൽ കൂടി പോകുമ്പോൾ പോലും ഡോക്ടർമാർ നൽകുന്ന ഒരു ആത്മവിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ 6 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞിന്റെ മാതാപിതാക്കൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അവിടെയും നടക്കുന്ന ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ചികിത്സയിലുള്ള 10 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് അവിടെ ശസ്ത്രക്രിയ നടക്കുന്നത്. ആ കുഞ്ഞിന് 6 മാസക്കാലമായി തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗാവസ്ഥയിലാണ് കുഞ്ഞിരിക്കുന്നത്. വൃക്ക സംബന്ധമായിട്ടുള്ള ഗുരുതരമായ അസുഖത്തെ തുടർന്നാണ് ആ കുഞ്ഞ് 10 വയസ്സ് മാത്രമുള്ള കുഞ്ഞ് ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബവും കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ കുഞ്ഞിന് അനുയോജ്യമായിട്ടുള്ള വൃക്കകൾ ലഭിക്കുമോ എന്നുള്ളത്. ഈ 10 മാസം മാത്രം പ്രായമായുള്ള കുഞ്ഞിന്റെ വൃക്കകൾ വളരെ ചെറുതാണ്. അതിനാൽ തന്നെയാണ് ഈ 2 വൃക്കകളും ഈ ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കിംസ് ആശുപത്രിയിൽ നിന്നും നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ആംബുലൻസ്. നേരത്തെ വീണ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക്
നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് മരണപ്പെട്ട കുഞ്ഞ് ആലിൻ്റെ 2 വൃക്കകൾ ദാനം ചെയ്യും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിൽ നിന്ന് സുഗമമായ യാത്ര, എല്ലാവരും സഹകരിച്ചു, എല്ലാവരും വഴിമാറിക്കൊടുത്തു. ഇപ്പോഴിതാ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുന്നു. രാത്രി 7:13 ആംബുലൻസ് കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടത്. റോഡപകടത്തെ തുടർന്നാണ് 10 മാസം പ്രായമുള്ള ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുഞ്ഞിൻ്റെ 2 വൃക്കകൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും. കിംസിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ ഇപ്പോൾ പുരോഗമിക്കുകയാണ്.